ജന്മദിനം എന്ന് പറയുന്ന ആദ്യകാലത്ത് എഴുതിയ കഥ തന്നെ നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ ആ കഥയിൽ തന്നെ ബഷീർ സ്വയം തന്നെ ചോദിക്കുകയാണ്, എൻ്റെ ജന്മദിനമാണിന്ന്. പക്ഷേ എന്നാണ് ഞാൻ ജനിച്ചത് അറിയില്ല. കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ കീഴാള വിഭാഗങ്ങളിൽ നിന്ന് ജനിച്ചു വീഴുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ ജന്മദിനങ്ങൾ രേഖപ്പെടുത്താറില്ല. അവർക്ക് കൃത്യമായ ഔപചാരിക വിദ്യാഭ്യാസം പലപ്പോഴും കിട്ടിയെന്ന് വരില്ല. ബഷീറിനെ സംബന്ധിച്ചിടത്തോളവും നാരായണഗുരുവിൻ്റെ ജന്മദിനവും ജന്മവർഷവും വലിയ അന്വേഷണ വിഷയമായി പലരും പിന്നീട് കണ്ടെത്തിയതാണ്. അത് എത്രമാത്രം കൃത്യമാണ് എന്ന കാര്യത്തിലും തർക്കമുണ്ട്. ബഷീറിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. വാസ്തവത്തിൽ ബഷീർ പ്രസിദ്ധനായപ്പം, കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും പ്രസിദ്ധനായി തീർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പലരും നടത്തുകയുണ്ടായി. പക്ഷേ അത് എത്രമാത്രം വിജയിച്ചു എന്നത്, അല്ലെങ്കിൽ എത്രമാത്രം ശരിയാണ് എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. അപ്പം ജന്മദിനം എന്ന കഥയിൽ അദ്ദേഹം തന്നെ എനിക്കിപ്പോൾ വയസ്സെത്രയായി, 26, 32, 47 ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് അവസാനം കണ്ണാടിയിൽ പോയി നോക്കി, ഇല്ല, തരക്കേടില്ല, മുഖത്തിനൊന്നും വലിയ പ്രായമായിട്ടില്ല എന്ന് സ്വയം അദ്ദേഹം ആശ്വസിക്കുകയാണ്. അപ്പം ജീവിതം ഈ അന്വേഷണത്വരയിൽ, അന്വേഷണവാഞ്ചയിൽ മുഴുകി എവിടെയൊക്കെയോ പോയി. മരുഭൂമികൾ പൂക്കുന്നു എന്ന പുസ്തകം വിജയമാഷ് അദ്ദേഹത്തിന് സമർപ്പിച്ച സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മരുഭൂമി പൂക്കുന്നത് വിജയൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ബഷീർ പറയുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. മരുഭൂമികൾ പൂക്കുന്നത് കാണണം എങ്കിൽ അത് എല്ലാവർക്കും സാധ്യമല്ല. മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ. വാസ്തവത്തിൽ ബഷീറിൻ്റെ ഈ അന്വേഷണാത്മക യാത്രയെ ഗസാലിയുടെ യാത്രയുമായി ഭാഗികമായി നമുക്ക് സമീകരിക്കാൻ പറ്റും. ഭാഗികമായി മാത്രമാണ്. ബഷീറിൽ ഒരു ഗസാലി ഉണ്ടായിരുന്നു, ബസീറിൽ ഒരു ഹല്ലാജ് ഉണ്ടായിരുന്നു, മൻസൂർ ഹല്ലാജ് ഉണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായി ഹല്ലാജോ അല്ലെങ്കിൽ ഗസാലിയോ അല്ല ബഷീർ. മറിച്ച് ബഷീർ അവരുടെ അന്വേഷണാത്മകത, അല്ലെങ്കിൽ അവരുടെ പരമ്പരയിൽ സൂഫിമാരും സന്യാസിമാരും ഒക്കെ കൊണ്ടു നടന്ന അന്വേഷണാത്മകതയുടെ ആന്തരികമായ ചോദന ഉൾക്കൊണ്ട് ബഷീർ അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ മൗലികമായി തന്നെ യാത്ര ചെയ്യുകയും അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റേതായ പരികൽപ്പനകൾ സ്വാംശീകരിക്കുകയും അത് പിന്നീട് എഴുത്തിൻ്റെ ഭാഷയിലേക്ക് പകർത്തുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ്.